ക്രിസ്തുമസ് നിറയെ പ്രതീകാത്മക കഥാപാത്രങ്ങളും ചിത്രങ്ങളും നമ്മിൽ സന്തോഷം നിറയ്ക്കുന്നു. അതിലൊന്ന് ക്രിസ്തുമസ് മാലാഖ. അവ നമ്മുടെ ക്രിസ്തുമസ് ട്രീയുടെ മുകളിൽ അലങ്കാരമാവുകയും അവസാനിക്കുകയും ചെയ്യുന്നു. വിശുദ്ധ ഗ്രന്ഥത്തിൽ ഉൽപ്പത്തി മുതൽ വെളിപാടുകൾ വരെയുള്ള തിരുവെഴുത്തിലുടനീളം മാലാഖമാരെ പരാമർശിക്കുന്നുണ്ട്. എന്നാൽ മാലാഖമാർ ക്രിസ്തുമസിൽ എന്ത് പങ്കുവഹിച്ചു? ആദ്യ ക്രിസ്തുമസ് ദിനത്തിൽ ദൂതന്മാർ എന്ത് സന്ദേശമാണ് നൽകിയത്? ഗബ്രിയേൽ ദൂതൻ കന്യാകാമറിയത്തിൻ്റെ അടുത്തേക്ക് അയക്കപ്പെട്ടു. ദൂതൻ അവളോട് പറഞ്ഞു, ദൈവകൃപ നിറഞ്ഞവളെ സ്വസ്തി, കർത്താവ് നിന്നോടുകൂടെ. ഈ വചനം കേട്ട് അവൾ വളരെ അസ്വസ്ഥയായി. ദൂതൻ അവളോട് പറഞ്ഞു, മറിയമേ, നീ ഭയപ്പെടേണ്ട, ദൈവസന്നിധിയിൽ നീ കൃപ കണ്ടെത്തിയിരിക്കുന്നു. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 2-ാം അധ്യായം 8 മുതൽ വരെയുള്ള വാക്യങ്ങളിൽ ദൂതന്മാർ ആട്ടിടയന്മാർക്ക് പ്രത്യക്ഷപ്പെടുന്നു. ദൂതൻ അവരോട് പറയുന്നു, ഭയപ്പെടേണ്ട, ഇതാ സകല ജനത്തിനും വേണ്ടിയുള്ള വലിയ സദ്വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ഒരു രക്ഷകൻ, കർത്താവായ ക്രിസ്തു ഇന്ന് ജനിച്ചിരിക്കുന്നു. ഇതായിരിക്കും നിങ്ങൾക്ക് അടയാളം. പിള്ളക്കച്ച കൊണ്ട് പൊതിഞ്ഞ് പുൽത്തൊട്ടിയിൽ കിടത്തിയിരിക്കുന്ന ഒരു ശിശുവിനെ നിങ്ങൾക്ക് കാണാം. പെട്ടെന്ന് സ്വർഗീയ സൈന്യത്തിന്റെ ഒരു വ്യൂഹം ആ ദൂതനോട് കൂടെ പ്രത്യക്ഷപ്പെട്ട് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് പറഞ്ഞു, അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവകൃപ ലഭിച്ചവർക്ക് സമാധാനം. ദൂതന്മാർ അവരെ വിട്ട് സ്വർഗത്തിലേക്ക് പോയി. ഡിയർ ഫ്രണ്ട്സ്, ക്രിസ്തുമസ് നമ്മെ എന്തെങ്കിലും പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ അത് ദൈവത്തിന് എല്ലാം സാധ്യമാണ് എന്നുള്ളതാണ്. അവനിൽ വിശ്വാസം അർപ്പിക്കാനും അവൻ നമ്മുടെ ഉള്ളിൽ പ്രത്യാശയുടെ ആത്മാവ് ഉളവാക്കുന്നത് കാണാനും ഈ ക്രിസ്തുമസ് ദിനത്തിൽ ഉണ്ണീശോ നമ്മെ ക്ഷണിക്കുന്നു. അതോടൊപ്പം ദൂതന്മാർ ദൈവത്താൽ ഇപ്പോഴും നമ്മുടെ ഇടയിലേക്ക് അയക്കപ്പെടുകയും ചെയ്യുന്നു. ഇവിടെ മാതാവ് പ്രത്യുത്തരിച്ചതുപോലെ ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറയുവാനും ആട്ടിടയരെ പോലെ ദൂതന്മാരുടെ സന്ദേശവാഹകരായി ജീവിക്കാനും നമുക്ക് ഈ ക്രിസ്തുമസ് ദിനത്തിൽ സാധിക്കട്ടെ എന്നും പ്രാർത്ഥിച്ചും എല്ലാവർക്കും ശാന്തിയുടെയും സമാധാനത്തിൻ്റെയും ക്രിസ്തുമസ് ആശംസകൾ നേർന്നുകൊണ്ട് 7A വിശ്വാസ പരിശീലന കുട്ടികൾ. Merry Christmas.